നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുകയാണ്. KSRTC ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. ജൂൺ മാസം 15-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. സൗജന്യ യാത്ര ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര എന്ന് പറയുമ്പോൾ അവരുടെ പ്രായപരിധിയും അതോടൊപ്പം തന്നെ വരുമാനവും ഒന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അത് മാത്രമല്ല, KSRTCയുടെ വരുമാന വർധനവിന് ഉതകുന്ന കുറച്ച് പദ്ധതികൾ കൂടി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പരിഗണിച്ചായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ, അതായത് മറ്റ് ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കണോ അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. ഇതൊരു പരീക്ഷണ ഘട്ടത്തിലുള്ള നടപ്പിലാക്കലായിരിക്കും ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ മതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും അതോടൊപ്പം തന്നെ മറ്റ് ബസ്സുകളിലേക്കുമെല്ലാം ഇത് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇത് നടത്തണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഇനി ഇത് മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം പ്രതിമാസം, അത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതുകൂടാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുണ്ട്. ഇതെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാരിന് നടപ്പിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിൽ 2 ഗഡുക്കൾ വിതരണം നടത്തിയിട്ടുമുണ്ട്. നിലവിൽ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ധനസഹായമാണ് കുടിശ്ശികയായത്. അത് ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതായത് സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനു വേണ്ട തുക നീക്കിവെക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പുതിയ സർക്കാരാണ് തുടർന്ന് പോകേണ്ടത്. നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെ 2000 രൂപയാണ് കുടിശ്ശിക, ഇതുൾപ്പെടെ നൽകേണ്ടതുമുണ്ട്. അതെല്ലാം തന്നെ തീരുമാനം ജൂൺ മാസം 19-ാം തീയതിയുള്ള ബഡ്ജറ്റിലാണ് ഉണ്ടാവുക. ഇതുമാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ചേർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. കോളേജ് വിദ്യാർത്ഥിനികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. റെഗുലർ മോഡിൽ നിലവിൽ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളെല്ലാം ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം തന്നെ ജൂൺ മാസം 19-ാം തീയതി ആയിരിക്കും വരുന്നത്. സംസ്ഥാന സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ ഓരോന്നായിട്ട് നടപ്പിലാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 15-ാം തീയതി തുടക്കം കുറിക്കുന്ന പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതി. അതുമാത്രമല്ല, ജൂൺ മാസം 19-ാം തീയതി വരെ കാത്തിരിക്കണം മറ്റ് വിവിധ സ്കീമുകളുടെ ആനുകൂല്യത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന എല്ലാ പദ്ധതികളും തുടരുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ തുടരുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, നമുക്കറിയാം 18 ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വെച്ചിട്ടുള്ളത്. അക്ഷയ സെൻറ്ററുകളിലെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലെ ക്യൂ നിന്ന് വിവിധ ഡോക്യുമെൻറ്റുകൾ സംഘടിപ്പിച്ച് ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഫീസും നൽകി ഈ ഒരു ധനസഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ്. അവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ധനസഹായം ലഭിക്കേണ്ടതുമാണ്. അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ തുടരുക തന്നെ ചെയ്യും. കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകും. ജൂൺ മാസം 19-ാം തീയതി മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വരൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.